ചില വ്യാജന്മാരിറങ്ങിയിട്ടുണ്ട്. കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെൻറ്റർ നേരെ ബോംബെറിഞ്ഞു. എന്താ അവിടെ വന്ന് പ്രസംഗിച്ച രണ്ട് വിദ്വാന്മാരും പറഞ്ഞത്? EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ബോംബെറിഞ്ഞത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് പ്രതികൾ എവിടെ? പ്രതികൾ ബോംബെറിയാൻ ആളെ അയച്ച് ബോംബെറിഞ്ഞ് എന്നിട്ട് ആ ക്രിമിനലുകളെ ഒളിപ്പിച്ച് അവരെ കൃത്യമായി ഒളിപ്പിച്ച് വെച്ചു. പുറത്ത് അത്ര എളുപ്പം വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചോദിക്കുകയാണ്, എന്താ പ്രതികളെ പിടിക്കാത്തേ? എന്താ കിട്ടാത്തേ? അത് EP ജയരാജൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പ്രതികളെ കിട്ടാത്തത്? ചോദിച്ചതല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ടോ പ്രതികളെ കിട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതി. ഓർക്കണം നിങ്ങൾ. നാടകല്ലേ ഇത്? അക്രമം നടത്തുക, ആസൂത്രിതമായ അക്രമം നടത്തുക, എന്നിട്ട് അക്രമം CPM നേതാക്കളുടെ പടലിൽ കൊണ്ടേ ഇടുക. അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, വയനാട്ടിലൊരു സംഭവം ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എന്താ സംഭവം? അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തു, ഗാന്ധി നിന്ന എന്ന് പറഞ്ഞ് എത്ര വലിയ പ്രചരണം നടത്തിയതാ. അവസാനം CCTV കാര്യങ്ങളെല്ലാം കാണുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായില്ല. CCTV കാര്യങ്ങളൊക്കെ കണ്ടു. SFIയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയി. ശരിയാ, അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാ. പക്ഷെ അവർ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവിടെ കൃത്യമായി CCTVയിൽ കാണുകയാണ്. എന്നാൽ അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പുറത്ത് വന്നിട്ട് പറയുകയാണ്, ഗാന്ധിജിയുടെ ഫോട്ടോ തകർത്തു. CCTV കൃത്യമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതിയായിപ്പോ. ഇതല്ലേ ഏർപ്പാട്? വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ആ വ്യാജ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പിൻബലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാൾ നേതാവായിട്ട് വരുമ്പോൾ ഇമാതിരി ഏർപ്പാടുകൾ നടക്കും. അതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു മലപ്പട്ടത്ത് പ്ലാൻ ചെയ്തത്. മലപ്പട്ടത്ത് അവിടെ പോവുക. മലപ്പട്ടം എന്ന് പറഞ്ഞാൽ CPM ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിൽ പോയിട്ട് ബോധപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചൂളിയാടുന്ന പ്രകടനം തുടങ്ങി. മലപ്പട്ടത്തെത്തുന്നവരെ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ മലപ്പട്ടത്തെത്തി അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും പ്രകടനം അവസാനിച്ചു. അവസാനം ഏറ്റവും പിന്നിലുള്ള ഭാഗം ഗുണ്ടകളെ സെറ്റ് ചെയ്ത സ്ഥലം CPM ഓഫീസിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് നേരെ പാർട്ടി ഓഫീസിന് നേരെ എറിയാണ്. എറിഞ്ഞു കഴിഞ്ഞാൽ പ്രകോപനം ഉണ്ടാകുമെന്നറിയാം. പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 തല്ലുകൊള്ളുമെന്നറിയാം. 2 തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ഹീറോ ആവാം. അങ്ങനെ ഹീറോ ആക്കി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെയും മലപ്പുറത്തെയും ജനങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചിലർ പറയാണ് CPM ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മലപ്പട്ടായത് വെറുതെയല്ല. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് മലപ്പട്ടം. ആ മലപ്പട്ടത്തിനൊരു ചരിത്രവും പാരമ്പര്യവുമുണ്ട്. കോൺഗ്രസിന് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നു മലപ്പട്ടത്ത്. പക്ഷേ സ്വന്തം അനുഭവത്തിലൂടെ കോൺഗ്രസിൻ്റെ അനുഭാവികളായിട്ടുള്ള മലപ്പട്ടത്തെ ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസ് അല്ല വേണ്ടത്, CPM വേണ്ടത്. അങ്ങനെ CPM ആയി. അതാ മലപ്പട്ടം. മലപ്പട്ടം മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. ആ കേന്ദ്രങ്ങൾ പാർട്ടിയുടെ മഹാഭൂരിപക്ഷ കേന്ദ്രങ്ങളായി മാറിയത് വെറുതെ മാറിയതല്ല. കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനയങ്കുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും ഉൾപ്പെടെ ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടന്നു, ചെറുത്തുനിൽപ്പുകൾ നടന്നു. തലശ്ശേരിയിലും മൊറാഴയിലും ചെറുത്തുനിൽപ്പുകൾ നടന്നു. ആ ചെറുത്തുനിൽപ്പുകളുടെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സമ്പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. അവിടെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കൊണ്ട് കൊടുക്കൽ ഞങ്ങളുടെ പണിയല്ല. സമ്പൂർണ്ണമായി CPM ആയി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം അവിടെ സ്തൂപം ഉണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം അവിടെ ഈ പറയുന്ന വിദ്വാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അയാൾ തുടർച്ചയായി ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മലപ്പട്ടത്തല്ലേ ഉണ്ടാവുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ?
ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സവും. പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് അയാളെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല. എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ ആക്രമിച്ച് CPIM-നെ കരിവാരി തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത്. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ്സാണ്. അനാവശ്യമായ പ്രകോപനം 6-ാം തീയതി സൃഷ്ടിക്കുകയായിരുന്നു. ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങളുണ്ടായത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ്. ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കെണിയാണ്. നാടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കെണിയാണ്. ആ കെണിയിൽ വീണു പോകരുത്. ആ കെണിയിൽ വീണു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് CPIM-ൻ്റെ കണ്ണൂർ ജില്ലയിലെ 2 ഉന്നത നേതാക്കൾ സഖാവ് ഗോവിന്ദ മാഷും അതുപോലെ തന്നെ PV ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ, നല്ല കരുത്തോടെ, ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ്, ഞങ്ങൾ പക്വത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന്, ഇമാതിരി പ്രകോപനം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. ജനങ്ങൾ ഈ പ്രകോപനങ്ങളിൽ വീഴരുത് എന്നുകൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.